നമസ്കാരം. നല്ല ആരോഗ്യവും ധനസമ്പാദന ശേഷിയുമുള്ള യൗവനത്തിലാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അകലത്തിലുള്ള മരണം സമീപിക്കുമ്പോൾ പുണ്യകർമ്മങ്ങൾക്ക് സമയം ലഭിച്ചെന്ന് വരില്ല. അതിനാൽ ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു. ജീവിതത്തിൽ ഒരു വ്യക്തി സ്വയം അച്ചടക്കം ശീലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഏതൊരു വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ പുരോഗതിയുടെ ആണിക്കല്ല് അച്ചടക്കമാണ്. സമയബന്ധിതനായ കാര്യങ്ങൾ ചെയ്ത് തീർത്തെങ്കിലേ പുരോഗതി സാധ്യമാകും. ഉൽപാദന മേഖലയിലും മറ്റും ടാർജറ്റ് നിശ്ചയിച്ചാണ് പ്രവർത്തിക്കുക. അപ്രകാരം പ്രവർത്തിച്ചില്ലെങ്കിൽ അവയുടെ പ്രവർത്തനം അവതാളത്തിലാകും. ഇപ്രകാരം വ്യക്തി ജീവിതത്തിലും അന്നന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നാം കാണിക്കുന്ന ശുഷ്കാന്തിയാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. ശോഭനമായ ഭാവി ആഗ്രഹിക്കുന്ന എല്ലാവരും കൃത്യനിഷ്ഠ പാലിക്കുവാനും ജീവിതത്തിൽ ഉടനീളം അച്ചടക്കം പാലിക്കാനും ശ്രദ്ധിക്കണം. ലൗകിക ജീവിതത്തിൽ എന്ന പോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഒരു ജാഗ്രത ആവശ്യമാണ്. ജീവിതത്തിലെ സുവർണ കാലഘട്ടം യൗവനമാണ്. ബാല്യത്തിൽ അഭ്യസിക്കുന്നവയാണ് യൗവനത്തിൽ പ്രാവർത്തികമാക്കുക. പ്രവർത്തന നിരതമായ യൗവനം ഒരാളെ സാമ്പത്തികമായി പുരോഗതിയിലേക്ക് നയിക്കും. സാമ്പത്തിക പുരോഗതി നേടുന്നതിനോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളാൽ ജീവിതം ധന്യമാക്കുന്നതിനും യൗവനത്തിലാണ് ശ്രമിക്കേണ്ടത്. ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ ആയുസ്സിന്റെ കാലാവധി കുറച്ചുകൊണ്ടാണ്. നാം ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഓരോ ജന്മദിനവും മരണത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണെന്നുള്ളത് മറ്റൊരു വസ്തുത. മരണമെന്ന നിത്യസത്യത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ഒരു നിമിഷം പോലും വെറുതെ കളയാൻ പറ്റില്ല. ഒരു ഭയവുമില്ലാതെ മരണത്തെ വരവേൽക്കാൻ കഴിയും വിധം കർമ്മനിരതനായ ഒരു ജീവിതമാണ് ആവശ്യം. ചെയ്തു തീർക്കേണ്ട ജോലികൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ ചെയ്തു തീർക്കുന്നവന് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ ഒന്നുമില്ല. അന്നൊന്നും വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ യേശുദേവൻ പഠിപ്പിച്ചത്. ഒന്ന് ചിന്തിച്ചാൽ നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് നാം തീരുമാനിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ്? നാളെ നമ്മൾ ജീവനോടെ കാണുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? അകലെ എന്ന് കരുതുന്ന സ്വാഭാവിക മരണം അനുദിനം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ യുവത്വത്തിന്റെ കരുത്ത് ധനസമ്പാദനത്തിനും പുണ്യസമ്പാദനത്തിനും നിയോഗിക്കാൻ വിവേകിയായ മനുഷ്യൻ ശ്രമിക്കണം. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നു. ശുഭദിനം.